ആശ്വാസത്തിന്റെ വചനങ്ങൾ, പ്രത്യാശയുടെ വചനങ്ങൾ ഞങ്ങൾക്ക് ധാരാളമായി ലഭിച്ചത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. വേർപാടിന്റെ അതീവ കൈപ്പേറിയ ദുഃഖത്തിൽ നിന്ന് നീ ഹൃദയങ്ങളെ മോചിപ്പിച്ചതിനായി സ്തോത്രം. പ്രത്യാശയോട് നിറച്ചതിനായി സ്തോത്രം. കർത്താവ് ഗംഭീര നാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരോടുമൊപ്പം ഞങ്ങളുടെ വാത്സല്യ പിതാവും ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള പ്രത്യാശ ഞങ്ങൾ തന്നതിനായി സ്തോത്രം. നീയോ പിതാവേ പോയിക്കൊള്ളുക, വിശ്രമിച്ച് കാലാവസാനത്തിക്കൽ ഓഹരി പ്രായപ്പാൻ എഴുന്നേറ്റ് വരുന്ന സുദിനത്തിൽ വീണ്ടും കണ്ട് സന്തോഷിക്കുവാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കിയിട്ടുള്ളതിനായി സ്തോത്രം. താൽക്കാലിക വേർപാടിൽ ദുഃഖിക്കുന്ന തന്റെ മക്കളെയും തന്റെ കൊച്ചുമക്കളെയും വാത്സല്യ മാതാവിനെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സകല ബുദ്ധിയെ കവിയുന്ന ദിവ്യ സമാധാനം കൊണ്ടും സ്വർഗീയാശ്വാസം കൊണ്ടും അവിടെ ഹൃദയങ്ങളെ നിറച്ചതിനായി സ്തോത്രം. നിന്റെ വചനം ശുശ്രൂഷിപ്പാതിന്റെ പ്രത്യേകമായി ഉപയോഗിച്ചതിനായി സ്തോത്രം. ഇതുവരെയും രക്ഷയുടെ നിർണയം പ്രാപിക്കാത്തവർ, മരണാനന്തരമായ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഇന്ന് പകൽക്കാലം വചനങ്ങൾ പേടിയായവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അവരുടെ രക്ഷയുടെ ദിവസമാക്കി തീർക്കുവാൻ ദൈവമേ അനുദിനമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങൾ ശുഭത്തിലേക്ക് കടന്നു പോകുന്നു. വഴിയാത്രയിൽ കൂടെ ഇരിക്കുകയും അവിടെ നടക്കേണ്ട അവസാനത്തെ ശുശ്രൂഷയും ഏറ്റവും മനോഹരമായി സഹായിക്കണം, ഉത്തരമഹത്വപ്പെടുത്തണം. യേശു കർത്താവിന്റെ നാമത്തിൽ വിനയമായി അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും കൂടെയും വിശിഷ്യാൽ വേർപാട് ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളോട് കൂടെ ഇപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ.
പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. പിതാവേ, മനോഹരമായ നല്ല നിമിഷത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ ജീവിതത്തിൻ്റെ നാഴികയിൽ ഞങ്ങൾ സന്തോഷിക്കുന്ന വേളകളും ഞങ്ങൾ ദുഃഖിക്കുന്ന വേളകളുമുണ്ട്. സുഖവും ദുഃഖവും സമ്മിശ്രമായി ജീവിതയാത്രയിൽ എല്ലായ്പ്പോഴും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിച്ച് സമാധാനവും അനുഗ്രഹവും ഞങ്ങൾക്ക് ദുഃഖടമെന്ന് തോന്നുന്ന മേഖലയിൽ ഞങ്ങളെ കൈ താങ്ങി നടത്തുന്ന ദൈവത്തിന്റെ വഴികൾക്കായി ശിഷ്യതാവെ, പ്രിയമുള്ളവർ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുമ്പോൾ അങ്ങനെ കരതലത്തിലേക്ക് നിന്റെ മക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവിന്റെ ജീവിതകാലത്തിന് ശേഷം അകസനത്തിലേക്ക് ചേർക്കുവാൻ അങ്ങ് പ്രസാദം തോന്നിയല്ലോ. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് കർത്താവെ തിരുസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവെ അങ്ങ് കൃപ ചെയ്ത അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഭൗതിക ശരീരം ഞങ്ങൾ സംസ്കരിക്കുന്ന വേളയിൽ കർത്താവിന്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളെ നൽകണമേ. ഒരു മാതാവിനായി, മക്കൾക്കായി, കൊച്ചുമക്കൾക്കായി, ബന്ധുമിത്രാദികൾക്കായി, സഭാജനങ്ങൾക്കായി, ദൈവഭക്തന്മാരായി എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയേറ്റവും അനുഗ്രഹമായി തീരുകയും കർത്താവിന്റെ വരവിന്റെ പൊൻപുലരിയിൽ ഞങ്ങൾ വിശുദ്ധന്മാരുമായി ചേർന്ന് സന്തോഷിക്കുന്ന ആ മഹത്സുദിനത്തിൽ ഒരു പിതാവിനെ കാണാമെന്നുള്ള വലിയ സന്തോഷത്തോടെ ഈ ശുശ്രൂഷയ്ക്ക് കർത്താവെ ഞങ്ങൾ പാത്രീഭൂതരായി തീരുമ്പോൾ അതിന്റെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ നൽകണമേ. മഹത്വവും മാനും പുകഴ്ചമെല്ലാം അങ്ങയുടെ തൃപാദപടത്തിൽ സമർപ്പിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ദാസന്മാരെ പ്രത്യേകം ബലപ്പെടുത്തിക്കാം. യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. സന്ധ്യാസമയം ഭൗതിക ശരീരം ഭവനത്തിൽ കൊണ്ടുവന്ന് ശുശ്രൂഷ ആരംഭിച്ചു. അനേക ദൈവദാസന്മാർ ആശ്വാസവചനങ്ങൾ പറഞ്ഞു, ആശ്വാസത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ശുശ്രൂഷയിലും ആ വിധത്തിൽ പ്രത്യാശയെ പുതുക്കുവാൻ
ആശ്വാസം ലഭിക്കുവാൻ മതിയായ സന്ദേശങ്ങൾ ദൈവം തന്റെ ദാസന്മാർ കൂടെ നൽകിയിരുന്നു. അത് ദുഃഖികൾക്ക് ആശ്വാസത്തിന് കാരണമായി തീർന്നു. വീണ്ടും നാം പ്രാർത്ഥിച്ച സെമിത്തേരിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇനിയും നമുക്ക് ഈ ഭൗതിക ശരീരത്തിന് വേണ്ടി ചെയ്യുവാനുള്ളത് വിശുദ്ധന്മാർക്ക് ഉചിതമായ വിധത്തിൽ ഇവിടെ സംസ്കരിക്കുക എന്നുള്ളതാണ്. ഈ സംസ്കാര ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ പ്രത്യാശയെ പുതുക്കുവാൻ മതിയായ ചില വേദഭാഗങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരിൽ നിവർത്തിയിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തു എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിലയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുനുള്ള വേറവന്റെ വരവിക്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെ കാൽക്കീഴാക്കോടും വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന് കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴിയത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടതിനു ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്കായി കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. പക്ഷേ ഒരുവൻ മരിച്ചവനെങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോട് വരുന്നുവെന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്ന ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ ഒരു മണി എത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിനതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും വണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജയിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തത്. ആത്മീയം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുവിധിക്കിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിന് വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവീൻ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് ഭാഗ്യമില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനങ്ങളാൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും.
ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവേ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1 മുതൽ. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതാണ് ഞാൻ കേട്ടത്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടി ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മന്ന ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കിയിരിക്കുന്നു എന്നവൻ ചെയ്തു. എഴുതുക, ഈ വചന വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നവൻ കൽപ്പിച്ചു. ഈ ഭൗതിക ശരീരം ഇവിടെ സെമിത്തേരിയിൽ സംസ്കരിക്കുവാൻ പോവുകയാണ്. ഏറിയ പ്രത്യാശയോടുകൂടെ പ്രതീക്ഷയോടുകൂടെയാണ് ആ സംസ്കാര ശുശ്രൂഷ ഇവിടെ നടത്തുന്നത്. ഈ സംസ്കാരം കഴിഞ്ഞ് ഇവിടുന്ന് പിരിയുമ്പോൾ എന്നേക്കുമായിട്ടുള്ള ഒരു പിരിച്ചിലല്ല. കാഹളം ധ്വനിക്കുന്നു, മരിച്ചവർ അക്ഷയരായി ഉയർത്തും എന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുന്ന ആ ഉയർപ്പിന്റെ ദിനത്തിൽ നാം തെസലോനിക്ക ലേഖനത്തിൽ വായിച്ചതുപോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് നാം വായിച്ചുവല്ലോ. കർത്താവിന്റെ ഗംഭീര ശബ്ദം, ആജ്ഞാ ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ പോകുകയാണ്. ആ ശബ്ദം മുഴങ്ങുമ്പോൾ യേശു ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിച്ച് പ്രത്യാശയോടെ ഇവിടെ നിന്ന് വാങ്ങിപ്പോയ തന്റെ വിശുദ്ധന്മാര് ശോഭയുള്ള ശരീരം പ്രാപിച്ച് തേജസ്സുള്ള ശരീരത്തിൽ തേജസ്സുള്ള കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അവരോടൊരുമിച്ച് ജീവനോടെ ശേഷിക്കുന്ന തന്റെ ഭക്തന്മാരും രൂപാന്തര ശരീരങ്ങളായി, മരണം കാണാതെ രൂപാന്തര ശരീരധാരികളായി കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ വലിയ പ്രത്യാശയോടുകൂടിയാണ് ഈ സംസ്കാര ശുശ്രൂഷ ഇവിടെ നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രത്യാശ എങ്ങനെയുണ്ട്? ഒരു ദിവസം അക്കരെ നാട്ടിൽ ഒരുമിച്ച് കാണുന്ന ഒരു ദിവസം ഉണ്ട് എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടോ? അതോ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവമാണോ, ഒരു ചിന്തയാണോ നമ്മുടെ മനസ്സിലുള്ളത്? ഭവനത്തിൽ വെച്ച് പ്രസ്താവിച്ചതുപോലെ നമ്മെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കേണ്ടതിന് വേണ്ടി, സ്വർഗീയ രാജ്യത്തിന് അവകാശികളാക്കി തീർക്കേണ്ടതിന്, പ്രത്യാശയ്ക്ക് ഉടമകളാക്കി തീർക്കേണ്ടതിന് ദൈവം തന്റെ പ്രിയപുത്രനെ കരുണ കൂടാതെ കാൽവറി ക്രൂശിൽ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. അവൻ പാപം ചെയ്തിട്ടല്ല, അവന്റെ വായിൽ വഞ്ചനയുണ്ടായിട്ടല്ല, അവൻ ഒരു തിന്മയും ചെയ്തിട്ടല്ല. ഒരു കുറ്റവാളിയെ പോലെ ആകാശത്തിനും ഭൂമിക്കും മധ്യത്തില് കൊടും പാതകനെ പോലെ ക്രൂശിക്കപ്പെടേണ്ടി വന്നത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നത് കൊണ്ട് നാം മരിക്കേണ്ടതിന് പകരം പാപമില്ലാത്തവൻ മരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ആ ക്രൂശിലേക്ക് ഈ സമയം ഒരു വ്യക്തി കണ്ണുയർത്തുന്നു എങ്കിൽ, നീ എന്റെ പാപത്തിന്റെ പരിഹാരമാണ് വരുത്തിയതെന്ന് വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയുന്നു എങ്കിൽ, ആ നിമിഷം തന്നെ പാപമോചനം പ്രാപിക്കുവാനും നിത്യ ജീവന് ഉടമയായി തീരുവാനും ഇടയായിത്തീരും. അങ്ങനെ ഈ ജീവനോടെ ആയിരിക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. അതാണ് കർത്താവ് പറഞ്ഞത്, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. മരണമെന്ന് പറയുന്നത് വേദപുസ്തക പ്രകാരം നിത്യ നരകത്തിന് പറയുന്ന പേരാ, ആ നിത്യശിക്ഷയ്ക്ക് പറയുന്ന പേരാ. ഇത് മരണമല്ല, ഇത് ഉറക്കമാ, ഇത് നിദ്രയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് വിശ്രമത്തിലേക്കുള്ള പ്രവേശനമാണ്. എന്നാൽ മരണമെന്ന് പറയുന്ന നിത്യമായ ശിക്ഷയാണ്. ആ ശിക്ഷയിൽ പെടാതെ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി നാം സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ആ വിധത്തിൽ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച എല്ലാ ദൈവമക്കൾക്കുമായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആദ്യഫലം ക്രിസ്തു, മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അടുത്ത നിര തന്റെ ഭക്തന്മാർ. ആ നിരയിൽ നമ്മുടെ വാത്സല്യ പിതാവും. ഇന്ന് നാം കാണുന്ന ഈ ശരീരത്തിലല്ല, തേജസ്സുള്ള ശരീരത്തിൽ, ശോഭയുള്ള ശരീരത്തിൽ. ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ,
നമ്മുടെ കർത്താവ് എത്രമാത്രം സൗന്ദര്യപൂർണനായിരിക്കുന്നു, അത്രത്തോളം സൗന്ദര്യപൂർണതയും നമ്മുടെ പിതാവിനെ നാം കാണുവാൻ പോവുകയാണ്. ആ ബോധ്യമുള്ളവർക്ക് ചേർന്ന് കർത്താവിനെ ബോധ്യത്തോടു കൂടെ ഈ ഭൗതിക ശരീരത്തോട് നമുക്ക് യാത്ര പറയാം. സർവകൃപാലുവായ ദൈവം സകല ആശ്വാസങ്ങൾ കൊണ്ട് എല്ലാ ഹൃദയങ്ങളെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക. ഒരു ദിവസം നാം ഈ വഴിയായി പോകേണ്ടവരാണ്. അതിനെ കർത്താവ് സംഗതിയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥന. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ തിരുപ്പാദത്തിങ്കൽ കർത്താവേ, ഭൗതിക ശരീരവുമായി ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണല്ലോ. എൻ്റെ കർത്താവേ, ഭൂമിയിൽ ഞങ്ങളുടെ ആയുസ് എത്രയെന്ന് കർത്താവിന്റെ തിരുവചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വലിയ ഒരു പ്രത്യാശയുണ്ട്. ദൈവമേ, വലിയ കാഹളം ധ്വനിക്കുന്ന ഒരു ദിവസം കർത്താവേ ഞങ്ങളുടെ മുൻപിലുണ്ട്. അത് കർത്താവെ കേൾക്കുന്ന നിമിഷം കർത്താവേ, മരിച്ച ശരീരങ്ങൾ ഉയർക്കുന്ന ദിവസങ്ങൾ ഞങ്ങളുടെ മുൻപിലുണ്ട്. കർത്താവെ, ഞങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന സ്വർഗീയ പിതാവെ, അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭൗതിക ശരീരം ഞങ്ങൾ മറന്നു ചെയ്യുമ്പോൾ ദൈവമേ, ദിവ്യമാകുന്ന കൃപകളാൽ നിറയ്ക്കണമേ. അവിടുത്തെ ജനത്തെ കർത്താവെ ആശ്വസിപ്പിക്കണമേ. ദൈവിക സമാധാനത്താൽ ജനം കർത്താവ് നിറയപ്പെടുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ഈ ഭൗതിക ശരീരം കാണുവാൻ വന്നിട്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണുവാനുള്ള അവസരമാണ്. മുൻപോട്ട് കടന്നു വരാം. അതിനുശേഷം ഉത്തരവാദിത്തപ്പെട്ടവർ അടുത്ത് വന്ന് ആ ഭൗതിക ശരീരം പെട്ടിയിൽ താഴ്ത്തി വെച്ച് പെട്ടി അടച്ച് കവറിലേക്ക് എടുത്തു വെക്കാം. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാ പ്രഭാത ശോഭിതത്തിനാ വാർത്തലെ രക്ഷപ്പെട്ടോരക്കേറെ കൂടിയാകാശ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും. ക്രിസ്തനിൽ നിദ്ര കൊണ്ടൊരു ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പുയർത്തുക ഭക്തഭാവനെ ആകാശമപ്പുറം കുടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം. കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ട് ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെയും ആകയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോൾ ഒക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും
അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. മണ്ണാകും ഈ ശരീരം മണ്ണോട് ചേർന്നാലുമേ, മണ്ണാകും ഈ ശരീരം മണ്ണോട് ചേർന്നാലുമേ, കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർത്തുമേ, ഓ കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർത്തുമേ. നീ പൂഴിയാകുന്നു, പൂഴിയിൽ തിരികെ ചേരുമെന്നുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നിവൃത്തിയാകേണ്ടതിനും ഉയർപ്പിന്റെ ദിനം വരെയും വിശ്രമിക്കേണ്ടതിനും ഈ ഭൗതിക ശരീരം ഇവിടെ പൂഴിക്കായി ഏൽപ്പിക്കുന്നു. പിതാവേ, പോയിക്കൊള്ളുക, വിശ്രമിച്ചുകൊള്ളുക. കാലാവസാനത്തിൽ അങ്ങയുടെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അങ്ങയിലുള്ള പ്രത്യാശയോടെ ജീവിച്ച് കഴിഞ്ഞ ദിവസം നിത്യ വിശ്രമത്തിലേക്ക് ചേർക്കപ്പെട്ട നിന്റെ ദാസന്റെ ഭൗതിക ശരീരം ഏറിയ പ്രത്യാശയോടുകൂടെ ഇവിടെ സംസ്കരിപ്പാൻ ഇടയായി. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഒരുക്കുമെന്ന് എഴുതിയിരിക്കുന്ന തിരുവെഴുത്ത് നിവൃത്തിയാകുന്ന ഉയർപ്പിന്റെ പൊൻപുലരിയിൽ അനേകായിരം വിശുദ്ധന്മാര് ശോഭയുള്ള ശരീരം ധരിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ആ വലിയ ഗണത്തിൽ ഞങ്ങളുടെ പിതാവിനെയും ഞങ്ങൾക്ക് കാണാമെന്നുള്ള ആ വലിയ പ്രത്യാശ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യും. ആ പ്രത്യാശയിൽ ഹൃദയങ്ങൾ തന്റെ മക്കളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരുമക്കൾക്കായി, കൊച്ചുമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ പിതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുവെങ്കിലും അവിടുന്ന് നിത്യപിതാവായി എന്നേക്കും ജീവിക്കുന്ന ആ നല്ല പിതാവിനോടുള്ള സ്നേഹത്താൽ നിറയപ്പെട്ട് ഇവിടെ ജീവിപ്പാൻ അവർക്കിടയാക്കുമാറാകണമേ. കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞങ്ങൾക്കൊരംഗം കുറഞ്ഞിരിക്കുന്നു. എന്നാൽ ദേശത്ത് നിന്ന് അനേകരെ ഞങ്ങളോടൊപ്പം കർത്താവിനെ ആരാധിപ്പാൻ അവിടുന്ന് വേർതിരിക്കണമെന്ന് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവിടുത്തെ സന്നിധിയിൽ തലകളെ വണക്കിയിരിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം. ശുശ്രൂഷയിൽ സഹകരിച്ച എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. കർത്താവ്, കഴിഞ്ഞ രാത്രിയിലും ഇന്ന് പകലിലുമായി ആ ഭവനത്തിൽ സഹകരിച്ച എല്ലാവർക്കുമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. ഒരു ദിവസം ഞങ്ങളും ഈ വഴിയായി പോകേണ്ടവരാകുന്നു എന്നുള്ള ചിന്ത ഞങ്ങളെ ഭരിക്കുവാനും നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കമുള്ളവരായി ജീവിപ്പാനും ഞങ്ങൾക്കിടയാക്കുമാറാകണമേ. അവിടുന്ന് വേഗം വരുവാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം. പ്രത്യാശ കൊണ്ട് നിറഞ്ഞ് ജീവിപ്പാനും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനും എല്ലാവർക്കും കൂടെ ഇടയാക്കണമേ. പുത്രനെ മഹത്വപ്പെടുത്തണമേ. കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും നാം ഏവരോടും ഭൂലോകമും കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന സകല ദൈവമക്കളോടും വിശേഷാൽ വേർപാണ്ട ദുഃഖം അനുഭവിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളോടും ഇപ്പോഴും എപ്പോഴും കർത്താവായ യേശുവിന്റെ മേഘ പ്രത്യക്ഷത വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് പകലിലും ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവേ, സെമിത്തേരിലെ ശുശ്രൂഷകളിലൂടെ അവസാനിച്ചിരിക്കും. തൊട്ടടുത്ത് ഇവിടെ വന്നവർക്ക് വേണ്ടി ഒരു സ്നാക്സ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടെ പങ്കെടുത്തേ പോകാവൂ എന്ന് പ്രത്യേകം